സമഗ്ര വികസനത്തിനൊരുങ്ങി വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. ആശുപത്രി വികസനത്തിനാവശ്യമായ പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി MLA അധ്യക്ഷതയിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം CHC ഹാളിൽ ചേർന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. മഴക്കാലമാവുന്നതോടെ ചോറ്റുപാറ തോട്ടിൽ നിന്നും ഉയരുന്ന വെള്ളപ്പൊക്കം മൂലം വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതോടൊപ്പം ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ കുറവുകളും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപയും മഴക്കാലത്തുണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും അനുവദിച്ചത്. പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നത്. യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ നാഥ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പദ്ധതികളുടെ സംയോജിത ആരംഭത്തെക്കുറിച്ച് വിശദീകരിച്ചു. വെള്ളം കയറുന്നതാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതി. 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ മരുന്ന് സാധനങ്ങളെല്ലാം ഒത്തിരി നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അത് തടഞ്ഞുകൊണ്ട് വേണം ആശുപത്രി പണിയാൻ. അതിനാണ് നമുക്ക് ഇടുക്കി പാക്കേജിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന് വേണ്ടി 5 കോടി അനുവദിച്ചു. ഫണ്ട് അനുവദിച്ചിട്ട് വർഷം 3 ആകുക. ഇതുവരെ ഒന്നും നടന്നില്ല. ഇനിയെങ്കിലും ഒന്നേന്ന് തുടങ്ങണം. അതിനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ LAC മീറ്റിങ്ങിലും LACയുടെ കൺവീനർ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഞാൻ എല്ലാ മാസവും ഞങ്ങൾ ചേരുന്ന യോഗങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാറുണ്ട്. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് രാജ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരായ വിൻസ് ബാബു, സിസിലി ജോസഫ്, ബിജു ഫ്രാൻസിസ്, അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് MLA സാന്നിധ്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കാലഹരണപ്പെട്ട ആശുപത്രിയുടെ മോർച്ചറിയും അനുബന്ധ കെട്ടിടവും പൊളിച്ചു നീക്കി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുവാനാണ് തീരുമാനം. വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്ന ചോറ്റുപാറത്തോടിന് കുറുകെ നിലകൊള്ളുന്ന പാലങ്ങൾ പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കും. ഇതുകൂടാതെ തോട്ടിലേക്ക് ഇറക്കിയുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി മുൻകാലങ്ങളിൽ തോടിന് ഉണ്ടായിരുന്ന 10.5 മീറ്റർ വീതി വീണ്ടെടുത്ത് തോടിനിരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. ഇതിനായി ഇറിഗേഷൻ, പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം, ആരോഗ്യ വിഭാഗം എന്നിവരുടെ ഏകോപനം ഉറപ്പുവരുത്തുകയും ചെയ്തു. 2025 ജൂൺ മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള തോടിൻ്റെ വിട്ട് വർദ്ധിപ്പിച്ച് വെള്ളം കയറാത്ത രീതിയിൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. മറ്റൊന്ന്, കിഴക്ക് ഭാഗത്തായിട്ട് നീളത്തിൽ പുതിയ കെട്ടിടം പണിയണം. അതിനുവേണ്ടി ഇപ്പോഴുള്ള ആ 2 ക്വാർട്ടേഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ മോർച്ചറിയും പൊളിച്ചു മാറ്റി അവിടെ കെട്ടിടം പണിയാമെന്നുള്ളതാണ് എടുത്തിട്ടുള്ള തീരുമാനം. അതിൻ്റെ നടപടികളെല്ലാം ദ്രുതഗതിയിൽ ആക്കുവാനുള്ള ചർച്ചകളാണ് നടന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെള്ളപ്പൊക്കം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.